അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കുട്ടികളെ, അഖ്ലാഖിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ബന്ധങ്ങളെ കുറിച്ചാണ്. സാമൂഹ്യ ജീവിയായ മനുഷ്യന് പല വിധേനയും ബന്ധങ്ങളുണ്ട്. മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ, സഹോദരങ്ങൾ, അയൽവാസികൾ, കുടുംബക്കാർ, ഉസ്താദുമാർ തുടങ്ങി പല വിധേനയും സാമൂഹ്യ ജീവിയായ മനുഷ്യന് ബന്ധങ്ങളുണ്ട്. ഈ ബന്ധങ്ങളെല്ലാം വഴി പലതരത്തിലുള്ള കടമകളും കടപ്പാടുകളും മനുഷ്യന് വന്നു ചേരുന്നുണ്ട്. ഈ കടമകളും കടപ്പാടുകളുമെല്ലാം കൃത്യമായി പാലിക്കുമ്പോൾ മാത്രമേ ബന്ധങ്ങൾ സുദൃഢമാവുകയുള്ളൂ, സുതാര്യമാവുകയുള്ളൂ. ആപദ്ഘട്ടങ്ങളിൽ നമുക്ക് ഉപകരിക്കണമെങ്കിലും ഈ കടമകൾ നാം പാലിക്കേണ്ടതുണ്ട്. അതിനെല്ലാം പുറമെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ ബന്ധങ്ങൾ അത്രയും തൃപ്തികരമാവണമെങ്കിൽ, നമുക്ക് പ്രതിഫലം കിട്ടണമെങ്കിൽ നാം കടമകളും കടപ്പാടുകളുമെല്ലാം കൃത്യമായി നിറവേറ്റേണ്ടതുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് കടമകളെന്നും കടപ്പാടുകളെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തിരുദൂതരിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഈ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹുവും റസൂലും കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കടപ്പാടുള്ള ആളെക്കുറിച്ചാണ്. ഒരു സ്വഹാബി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിച്ചു, നബിയെ, എനിക്ക് ഏറ്റവും കടപ്പാടുള്ളത് ആരോടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു, നിന്റെ ഉമ്മയോട്. നിന്റെ ഉമ്മയോട്. അദ്ദേഹം വീണ്ടും ചോദിച്ചു, പിന്നെ ആരോടാണ്? അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നിന്റെ ഉമ്മയോട് എന്നായിരുന്നു. മൂന്നാമതും ഇദ്ദേഹം ചോദിച്ചു, ആരോടാണ് നബിയെ എനിക്ക് ഏറ്റവും കടപ്പാടുള്ളത്? അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നിന്റെ ഉമ്മയോട് എന്നായിരുന്നു. 3 തവണ ഉമ്മയോട് ഉമ്മയോട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതിന് ശേഷം 4മതും ഇയാൾ ചോദിച്ചു, പിന്നെ ആരോടാണ് നബിയെ എനിക്ക് ഏറ്റവും കടപ്പാടുള്ളത് എന്ന്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നിന്റെ ഉപ്പയോട് എന്നാണ്. നമ്മുടെ മാതാപിതാക്കളോട് നമുക്കുള്ള കടമകൾ വളരെ വലുതാണ്. അള്ളാഹുവും റസൂലും കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കടപ്പാടുള്ളത് നമ്മുടെ മാതാപിതാക്കളോടാണ്. അവരിൽ നിന്നാണല്ലോ നാം ജനിച്ചത്. അവർ ജീവിക്കുന്നത് തന്നെ നമുക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ എത്രയെത്ര കഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് വല്ല അസുഖവും പിടിപെട്ടാൽ എത്ര രാത്രി നമുക്ക് വേണ്ടി അവർ ഉറക്കമിളച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ട ഭക്ഷണവും വസ്ത്രവും എല്ലാം ഒരുക്കുന്നതിന് വേണ്ടി രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ഉപ്പമാർ ജോലി ചെയ്യുന്നത്. നമുക്ക് വല്ല അസുഖവും വന്നാൽ സുഖപ്പെടുന്നത് വരെ സമയവും സമ്പത്തും ഒക്കെ ചെലവഴിച്ച് എത്ര നേരവും ഓടി നടക്കാൻ നമ്മുടെ മാതാപിതാക്കൾ തയ്യാറാണ്. കാരണം അത്രയേറെ അവർ നമ്മെ സ്നേഹിക്കുന്നുണ്ട്. കളങ്കമില്ലാത്ത പവിത്രമായ സ്നേഹമാണ് മാതാപിതാക്കൾക്ക് നമ്മോടുള്ളത്. നാം കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് സ്വന്തമായി ഒന്നിനും സാധിക്കുകയില്ല. ആ സമയത്തെല്ലാം നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് നിറവേറ്റിത്തന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. പിന്നീട് നാം വളർന്ന് തൻ്റെ ഇടവും ആരോഗ്യവും ഉള്ള സമയമെത്തുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വയസ്സായിട്ടുണ്ടാകും. വയസ്സായ നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കാണ്. അവരെ നാം എത്ര തന്നെ നോക്കിയാലും നമ്മുടെ ചെറുപ്പകാലത്ത് അവർ നമ്മെ നോക്കിയതിന് പകരമാവുകയില്ലാതൊന്നും.
എങ്കിലും നമുക്ക് ആവും വിധമെല്ലാം കഴിവിൻ്റെ പരമാവധി നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ശുശ്രൂഷിക്കണം. ഇന്ന് നമ്മുടെ നാടുകളിൽ പ്രായമെത്തിയ, ആരോഗ്യം കുറഞ്ഞ, വാർദ്ധക്യം കൊണ്ട് പ്രയാസപ്പെടുന്ന മാതാപിതാക്കളെ നോക്കാൻ നിൽക്കാതെ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടാക്കുന്ന എത്രയെത്ര ക്രൂരരായ മക്കളുണ്ട്. അത്തരത്തിലൊന്നും നാം ചെയ്യാൻ പാടില്ല. നമ്മുടെ മാതാപിതാക്കളെ നാം നന്നായി നോക്കണം. നമ്മുടെ മാതാപിതാക്കളെ നാം നന്നായി പരിചരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് മഹത്തായ പ്രതിഫലം നൽകും. നമ്മുടെ കടമയാണ് നമ്മുടെ മാതാപിതാക്കളെ നന്നായി നോക്കുക എന്നത്. പ്രായമുള്ള മാതാപിതാക്കളുടെ പ്രവർത്തനങ്ങൾ ഒരു പക്ഷേ നമുക്ക് പ്രയാസകരമായേക്കാം. അവരെ നോക്കൽ നമുക്ക് ബുദ്ധിമുട്ടായി അനുഭവപ്പെട്ടേക്കാം. എങ്കിലും നാം അതെല്ലാം സഹിച്ച് അവരെ നോക്കേണ്ടതുണ്ട്. അവരെ എപ്പോഴും സന്തോഷിപ്പിക്കണം, ഒരിക്കലും ദേഷ്യപ്പെടുത്തരുത്. മാതാപിതാക്കളുടെ സന്തോഷത്തിലാണ്, പൊരുത്തത്തിലാണ് അള്ളാഹുവിൻ്റെ പൊരുത്തമുള്ളത്. മാതാപിതാക്കളുടെ ദേഷ്യത്തിലാണ് അള്ളാഹുവിൻ്റെ ദേഷ്യം. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ നമ്മെ പഠിപ്പിച്ചതാണ്. റിളല്ലാഹി ഫീ റിളൽ വാലിദൈനി വസുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈനി. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണിത്. എന്താണ്? റിളല്ലാഹി ഫീ റിളൽ വാലിദൈനി വസുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈനി. എന്താണ് ഇതിൻ്റെ അർത്ഥം? അള്ളാഹുവിൻ്റെ പൊരുത്തം മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ്. അള്ളാഹുവിൻ്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ്. അപ്പോ മാതാപിതാക്കളുടെ പൊരുത്തം നാം സമ്പാദിക്കുകയും കോപം നമ്മുടെ മേൽ വന്ന് ഭവിക്കാതെ ശ്രദ്ധിക്കുകയും വേണം. അവരെ ഒരിക്കലും ദേഷ്യം പിടിപ്പിക്കരുത്, വെറുപ്പിക്കരുത്, എപ്പോഴും സന്തോഷിപ്പിക്കണം. ഇത് നമ്മുടെ ബാധ്യതയാണ്. ഇത്രയും കാര്യങ്ങളാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. നമുക്ക് ഇനി പുസ്തകം വായിച്ചു നോക്കാം. എല്ലാവരും അഖ്ലാഖ് എടുക്കൂ. പാഠം 2, ഹഖൂഖുൽ വാലിദൈനി. ഹഖൂഖുൽ വാലിദൈനി, മാതാപിതാക്കളോടുള്ള കടമകൾ. ഇതാണ് പാഠത്തിന്റെ പേര്. ഇനി നോക്കൂ, അള്ളാഹുവും റസൂലും കഴിഞ്ഞാൽ നമുക്കേറ്റവും വലിയ കടപ്പാട് മാതാപിതാക്കളോടാണ്. അവരിൽ നിന്നാണല്ലോ നാം ജനിച്ചത്. അവരിൽ നിന്നാണല്ലോ നാം ജനിച്ചത്. മാതാപിതാക്കളിൽ നിന്നാണല്ലോ നമ്മൾ ജനിച്ചത്. അവരാണ് നമ്മെ വളർത്തിയത്. അവരാണ് നമ്മെ വളർത്തിയത്. അവർ ജീവിക്കുന്നത് തന്നെ നമുക്ക് വേണ്ടിയാണ്. അവർ ജീവിക്കുന്നത് തന്നെ നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ സന്തോഷമാണ് അവരുടെ സന്തോഷം. നാം വേദനിക്കുന്നത് അവർക്ക് സഹിക്കാനാവില്ല. നമുക്ക് വല്ല രോഗവും വന്നാൽ അത് സുഖപ്പെടും വരെ അവർ കഷ്ടപ്പെടും. ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അവർ നമുക്കായി നിലകൊള്ളും. ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അവർ നമുക്കായി നിലകൊള്ളും. അവർക്ക് നമ്മോടുള്ള ആത്മാർത്ഥ സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടുമാണിത്. കളങ്കമേശാത്ത മാതൃസ്നേഹത്തിന് സമാനതകളില്ല. മാതൃസ്നേഹം ഉമ്മയുടെ സ്നേഹത്തിന് തുല്യമായി മറ്റൊന്നും ഇല്ല. പിതാവിൻ്റെ സ്നേഹവും അപാരം തന്നെ. ഉപ്പമാർക്ക് നമ്മളോടുള്ള സ്നേഹം അപാരമാണ്. നമുക്ക് കെൽപ്പും തൻ്റെ ഇടവും കൈവരുന്നു. അവർക്ക് പ്രായമേറി വരുന്നു. ആരോഗ്യം നഷ്ടപ്പെടുന്നു. നാം അവരെ ആശ്വസിപ്പിക്കേണ്ടി വരുന്നു. ഈ സന്ദർഭത്തിൽ നാം അവരെ വെറുക്കുകയും വെറുപ്പിക്കുകയുമാണെങ്കിൽ അത് എത്ര കഠിന നന്ദികേടാണ്. പ്രായമേറി വരുമ്പോൾ ആരോഗ്യം ക്ഷയിക്കും മാതാപിതാക്കൾക്ക്. ഈ സമയത്ത്
നമ്മൾ അവരെ പ്രയാസപ്പെടുത്തുന്നുവെങ്കിൽ അത് എത്ര കഠിനമായ നന്ദികേടാണ്. നമുക്ക് ആരോഗ്യമില്ലാത്ത, കഴിവില്ലാത്ത സമയത്ത് അവർ നമ്മെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. ഇപ്രകാരം മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ, അവർക്ക് പ്രയാസമാകുമ്പോൾ നമ്മൾ അവരെ ശുശ്രൂഷിക്കണം. മറിച്ച് ചെയ്യൽ, അവരെ ശുശ്രൂഷിക്കാതിരിക്കൽ മഹാ നന്ദികേടാണ്. അവർ നമ്മോട് കാണിച്ച സ്നേഹത്തിന്, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിന് പകരം ചെയ്യാൻ നമുക്കെന്തായാലും സാധ്യമല്ല. അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിന് പകരം ചെയ്യാൻ, അവർ നമ്മെ സ്നേഹിച്ചതിന് പകരം നൽകാൻ നമുക്ക് സാധ്യമല്ല. എങ്കിലും അവരെ അങ്ങേയറ്റം സ്നേഹിക്കാനും ആദരിക്കാനും നമുക്ക് കഴിയണം. നമ്മുടെ മാതാപിതാക്കളെ അങ്ങേയറ്റം സ്നേഹിക്കാനും ആദരിക്കാനും നമുക്ക് കഴിയണം. എത്രയധികം നാം ബുദ്ധിമുട്ടിയാലും അവരെ വെറുപ്പിക്കരുത്. എപ്പോഴും സന്തോഷിപ്പിക്കണം. നാം എത്ര തന്നെ പ്രയാസപ്പെട്ടാലും മാതാപിതാക്കളെ വെറുപ്പിക്കരുത്. എല്ലാം സഹിച്ചുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കുകയാണ് നാം വേണ്ടത്. എപ്പോഴും അവരെ നാം സന്തോഷിപ്പിക്കണം. അവരുടെ സന്തോഷം നമുക്ക് മഹാഭാഗ്യമാണ്. മാതാപിതാക്കളുടെ സന്തോഷം നമുക്ക് മഹാഭാഗ്യമാണ്. അവരുടെ വെറുപ്പ് ഭയങ്കര നാശവും, മാതാപിതാക്കളുടെ വെറുപ്പ് നമുക്ക് ഭയങ്കര നാശവുമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റിളല്ലാഹി ഫീ റിളൽ വാലിദൈനി വസുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈനി. എന്താ? ഒന്നുകൂടി നോക്കിക്കോളൂ. റിളല്ലാഹി ഫീ റിളൽ വാലിദൈനി വസുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈനി. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ പൊരുത്തം മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ്. മാതാപിതാക്കളുടെ കോപത്തിൽ അള്ളാഹുവിന്റെ കോപവും. നമ്മുടെ മാതാപിതാക്കൾ നമ്മോട് പൊരുത്തപ്പെട്ടാണ് കഴിയുന്നത് എങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ പൊരുത്തമുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ നമ്മോട് ദേഷ്യപ്പെടുന്നുവെങ്കിൽ, വെറുപ്പ് കാണിക്കുന്നുവെങ്കിൽ അതിൻ്റെ വെറുപ്പ് അള്ളാഹുവിലുമുണ്ട്. അള്ളാഹുവിൻ്റെ പൊരുത്തം മാതാപിതാക്കളുടെ പൊരുത്തത്തിലും, അള്ളാഹുവിൻ്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ്. മാതാപിതാക്കളുടെ പൊരുത്തം ലഭിക്കണമെങ്കിൽ അവരോട് ആദരപൂർവം പെരുമാറണം, അനുസരണമുള്ളവരാകണം. അവർക്ക് ഗുണവും നന്മയും ചെയ്തുകൊണ്ടിരിക്കണം. അവരെ പരമാവധി പരിചരിക്കണം. മാതാപിതാക്കളുടെ പൊരുത്തം നേടണമെങ്കിൽ അവരെ നന്നായിട്ട് നോക്കണം. അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കണം. പ്രധാനമായും നമ്മോട് അവർ വല്ലതും ആവശ്യപ്പെട്ടാൽ അത് നിറവേറ്റി കൊടുക്കണം, അനുസരണ കാണിക്കണം. ഇത്രയും ഭാഗമാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. പാഠത്തിന്റെ ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇനി ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ഒന്ന് നോക്കാം. നമുക്ക് അള്ളാഹുവും റസൂലും കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കടപ്പാടുള്ളത് നമ്മുടെ മാതാപിതാക്കളോടാണ്. എന്താ അതിന് കാരണം? അവരിൽ നിന്നാണ് നാം ജനിച്ചത്, നമ്മെ വളർത്തിയതും അവരാണ്. കളങ്കമേശാത്ത മാതൃസ്നേഹത്തിന് സമാനതകളില്ല. മാതൃസ്നേഹം എന്നാൽ ഉമ്മയുടെ സ്നേഹം. ഒരു കളങ്കവുമില്ലാത്ത തെളിഞ്ഞ ഉമ്മയുടെ സ്നേഹത്തിന് പകരം വെക്കാൻ മറ്റൊന്നും ഇല്ല. അതുപോലെ പിതാവിൻ്റെ സ്നേഹവും അപാരമാണ്. മാതാപിതാക്കൾ നമ്മോട് കാണിക്കുന്ന സ്നേഹത്തിന് പകരം ചെയ്യാൻ നമുക്ക് സാധ്യമല്ല എങ്കിലും ആവും വിധമെല്ലാം നമ്മൾ അവരെ പരിചരിക്കണം. പ്രായമാകുമ്പോൾ നമ്മൾ അവരെ നോക്കാതിരിക്കുന്നത് കഠിന നന്ദികേടാണ്. അള്ളാഹുവിൻ്റെ പൊരുത്തം
മാതാപിതാക്കളുടെ പൊരുത്തത്തിലും അള്ളാഹുവിൻ്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ്. ഇത്രയും ഭാഗം നന്നായി ശ്രദ്ധിച്ചു വെക്കുക, മനസ്സിൽ ഓർത്തു വെക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.